ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ വായനാഭാഗം 1 ദിനവൃത്താന്തം 17 മുതൽ 19 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ കുറിവാക്യം 1 ദിനവൃത്താന്തം 17-ാം അധ്യായം 20-ാം വാക്യം. ഞങ്ങൾ സ്വന്തം ചെവി കൊണ്ട് കേട്ടതൊക്കെയും ഓർത്താൽ യഹോവേ, നിന്നെപ്പോലെ ഒരുത്തനുമില്ല, നീ അല്ലാതെ ഒരു ദൈവവും ഇല്ല. ദാവീദിൻ്റെ ജീവിതത്തിൻ്റെ വിവിധ തലങ്ങളാണ് ഇന്നത്തെ വായനാഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ദൈവത്തിന് ദാവീദിനോടുള്ള വാഗ്ദത്തം, ദാവീദിൻ്റെ പ്രാർത്ഥന, ജീവിതത്തിൽ ദാവീദിന് ദൈവം നൽകിയ വിജയങ്ങൾ, ഇവയാണ് ഈ അധ്യായങ്ങളിലെ പ്രധാനമായ സംഭവങ്ങൾ. ഇവിടെ ദൈവനിശ്ചയത്തിന് തന്നെ സമർപ്പിക്കുന്ന ദാവീദിനെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ദാവീദിൻ്റെ ചില പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട്, ദാവീദിൻ്റെ നന്ദി നിറഞ്ഞതും താഴ്മയോടെയുമുള്ള ജീവിതം. ദൈവം തൻ്റെ വാഗ്ദത്തം നാഥാൻ പ്രവാചകൻ മുഖാന്തരം ദാവീദിനെ അറിയിക്കുന്നു. ഈ വാക്കുകളും ഈ ദർശനവും എല്ലാം നാഥാൻ ദാവീദിനോട് പ്രസ്താവിച്ചു എന്ന് 1 ദിനവൃത്താന്തം 17-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോൾ ദാവീദ് അകത്തു ചെന്ന യഹോവയുടെ സന്നിധിയിൽ ഇരുന്നതിനു ശേഷം ഇപ്രകാരം പറയുന്നു: യഹോവയായ ദൈവമേ, നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആർ? എൻ്റെ ഗൃഹവും എന്തുള്ളൂ എന്ന് ചോദിക്കുന്നു. ഇവിടെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ ദാവീദ് കൂടുതൽ വിനയാന്വിതനായിത്തീരുന്നു. നാമും അപ്രകാരമായി തീരണം. ഓരോ ദിവസവും ദൈവസന്നിധിയിൽ നിന്നും ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ഓർക്കുകയും കൂടുതൽ നന്ദി ഉള്ളവരുമായിട്ട് തീരണം. ദൈവത്തിൻ്റെ അനവരതമായ കൃപ കൊണ്ടാണ് നാം ഓരോ ദിവസവും ജീവിക്കുന്നത്. ഇന്ന് നാം ഈ നിലയിൽ ആയിരിക്കുന്നത്. നന്ദിയോടെ, താഴ്മയോടെ, വിനയത്തോടെ നമ്മൾ ജീവിക്കുക. താഴ്മയും വിനയവുമാണ് ദൈവ അനുഗ്രഹത്തിൻ്റെ താക്കോൽ എന്ന് പറയുന്നത്. അതിനാൽ ദാവീദിനെ പോലെ ജീവിതം മുന്നോട്ട് നയിക്കുക. രണ്ടാമതായിട്ട്, ദൈവം നൽകിയ വലിയ വിജയത്തിൽ നന്ദി കരയേറ്റുന്നവനായിട്ട് തീരുന്നു. 18-19 അധ്യായങ്ങളിൽ ദാവീദിന് ദൈവം നൽകിയ വലിയ വിജയങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഫെലിസ്തീയർ, മോവാബ്യർ, ഏദോമ്യർ തുടങ്ങിയ ശത്രുക്കളെ നേരിടുകയും പരാജയപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നാൽ ദാവീദിൻ്റെ വിജയത്തിൻ്റെ രഹസ്യം 1 ദിനവൃത്താന്തം 18-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. അതിനാൽ നാം ദൈവത്തോട് വിശ്വസ്തരായിരുന്നാൽ നമുക്കെതിരെ വരുന്ന ഏതു വലിയ ശക്തിയെയും തോൽപ്പിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും. അതിനാൽ പ്രിയമുള്ളവരെ, ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളിൽ നന്ദിയുള്ളവരായിരിക്കുകയും നമ്മുടെ പ്രതിസന്ധിയിൽ ദൈവത്തിൻ്റെ കരുതലിൽ മാത്രം വിശ്വസിക്കുകയും ചെയ്യുക. അത്തരത്തിൽ ജീവിക്കുവാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ, ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ, ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. പ്രിയ കർത്താവേ, അങ്ങയെപ്പോലെ ഞങ്ങൾക്ക് മറ്റാരുമില്ല, നീ അല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരു ദൈവവുമില്ല എന്ന് പറയുവാൻ വീണ്ടും ഞങ്ങളെ ബലപ്പെടുത്തിയതിനായി നന്ദി പറയുന്നു. അടിയങ്ങൾ അശക്തരാണ് കർത്താവേ. ഇത്രത്തോളം ഞങ്ങളെ പരിപാലിച്ചതിനായി നന്ദി. തുടർന്നും അവിടുത്തെ കരുതൽ അനുഭവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കണമേ. ആമേൻ.